BMC ന്യൂസ് ലൈവ് ഫ്രം കൊച്ചി മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ് പവർഡ് ബൈ ഹീൽ ലൈഫ് തോട്ടക്കാട്ടുകര നസ്രത്ത് വില്ലാസ് ആൻഡ് BMC പ്രൊഡക്ഷൻ അങ്കമാലി. നമസ്കാരം, BMC റേഡിയോ മലയാളം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ധനുകൃഷ്ണ. നഗരസഭാ ചെയർമാനായി KPCC അംഗവും നായത്തോട് വാർഡ് കൗൺസിലറുമായ അഡ്വക്കേറ്റ് ഷിയോ പോൾ തെരഞ്ഞെടുക്കപ്പെട്ടു. കോൺഗ്രസ് ഭരിക്കുന്ന നഗരസഭയിൽ ചെയർമാനായിരുന്ന മാത്യു തോമസ് പാർട്ടിയുമായുള്ള മുൻധാരണ പ്രകാരം രാജിവെച്ച ഒഴിവിൽ നടന്ന തെരഞ്ഞെടുപ്പിലാണ് ഷിയോ പോൾ 9-നെതിരെ 16 വോട്ടുകൾ നേടി തെരഞ്ഞെടുക്കപ്പെട്ടത്. 30 അംഗ കൗൺസിൽ കോൺഗ്രസ് 15, LDF 10, സ്വതന്ത്രർ 3, NDA 2 എന്നിങ്ങനെയാണ് കക്ഷിനില. വ്യാഴാഴ്ച നടന്ന തെരഞ്ഞെടുപ്പിൽ മുൻ ചെയർമാൻമാരായ മാത്യു തോമസ് ഷിയോ പോളിന്റെ പേര് നിർദ്ദേശിക്കുകയും റെജി മാത്യു പിന്താങ്ങുകയും ചെയ്തു. LDFിൽ നിന്ന് പ്രതിപക്ഷ നേതാവ് കൂടിയായ CPMലെ TY ഏലിയാസ് ആയിരുന്നു ചെയർമാൻ സ്ഥാനാർത്ഥി. ഗ്രേസി ഡേവിസ് നിർദ്ദേശിക്കുകയും മോളി മാത്യു പിന്താങ്ങുകയും ചെയ്തു. LDFിലെ ജനതാദൾ പ്രതിനിധി ബെന്നി മുഞ്ഞേലിയും സ്വതന്ത്ര അംഗങ്ങളായ വിൽസൺ മുണ്ടാടനും ഹാജരായില്ല. മറ്റൊരു സ്വതന്ത്ര അംഗം റോസ്ലി തോമസും ഷിയോ പോളിന് അനുകൂലമായി വോട്ട് ചെയ്തു. NDA അംഗങ്ങൾ വിട്ടുനിന്നു. അതോടെയാണ് ഷിയോ പോളിന് 16 വോട്ടും TY ഏലിയാസിന് 9 വോട്ടും ലഭിച്ചത്. നായത്തോട് 16-ാം വാർഡ് കൗൺസിലറായ അഡ്വക്കേറ്റ് ഷിയോ പോൾ അങ്കമാലി മേഖലയിലെ പൊതു സാമൂഹിക സാംസ്കാരിക രംഗത്തെ സജീവ സാന്നിധ്യമാണ്. 2000, 2002, 2003, 2005 എന്നീ കാലയളവിൽ 2 വർഷം വീതം 4 വർഷം അങ്കമാലി നഗരസഭയിൽ ചെയർമാനായിരുന്നു. 2020-25 കാലയളവിൽ നഗരസഭയിൽ ആദ്യ 2 വർഷമാണ് റെജി മാത്യുവും തുടർന്നുള്ള 2 വർഷം മാത്യു തോമസും ചെയർമാനായത്. ഷിയോ പോളിന് ഇനി 1 വർഷമാണ് ചെയർമാൻ സ്ഥാനം അവശേഷിക്കുന്നത്. തിരുവാണിയൂർ ഗ്ലോബൽ പബ്ലിക് സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിയായ മിഹിർ അഹമ്മദിന്റെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന പരാതിയുമായി പിതാവ് തിരൂർ സ്വദേശി ഷഫീഖ് മാടമ്പാട്ട് രംഗത്ത്. ഖത്തറിൽ ജോലി ചെയ്യുന്ന ഇദ്ദേഹം ഹിൽ പാലസ് പോലീസിൽ ജനുവരി 21-ന് നേരിട്ടെത്തി പരാതി നൽകുകയായിരുന്നു. ജനുവരി 15-ന് വൈകിട്ട് 3-ന് സന്തോഷവാനായി സ്കൂളിൽ നിന്ന് അപ്പാർട്ട്മെന്റിലെത്തിയ മിഹിർ ഏകദേശം അരമണിക്കൂർ കഴിഞ്ഞ് ഒരു പ്രകോപനവുമില്ലാതെ ജീവൻ അവസാനിപ്പിച്ചു എന്ന് പറയുന്നത് സംശയത്തിനിടയാക്കിയിരുന്നു. സഹപാഠികളുമായി കശപിശയുണ്ടായി എന്നും അത് ചോദ്യം ചെയ്ത മനോവിഷമത്തിൽ ജീവനൊടുക്കിയെന്നും വിശ്വസിക്കാൻ പ്രയാസമാണ്. മിഹിർ സന്തോഷവാനും മാനസികമായി കരുത്തുള്ളവനുമായിരുന്നു. സ്കൂളിൽ നിന്ന് എത്തിയതിനു ശേഷവും മരിക്കുന്നതിനും ഇടയിൽ എന്താണ് അവിടെ സംഭവിച്ചതെന്നും ഈ സമയത്ത് ആരെല്ലാം അപ്പാർട്ട്മെന്റിൽ ഉണ്ടായിരുന്നു എന്നും വ്യക്തമല്ല. ഇത് വിശദമായി അന്വേഷിച്ച് സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരണം. ഫോണിലൂടെയും കമ്പ്യൂട്ടർ ചാറ്റിങ്ങിലൂടെയും താനുമായി സ്ഥിരമായ ആശയവിനിമയം നടത്താറുള്ള മകന് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉള്ളതായി ഒരിക്കലും അറിഞ്ഞില്ല. മിഹിറിന് അപകടം സംഭവിച്ചെന്ന വിവരം ലഭിച്ചതിനെ തുടർന്ന് തൃപ്പൂണിത്തറയിലെത്തിയ തന്നോട് മകൻ ചോയ്സ് പാരസൈറ്റ് കെട്ടിടത്തിന്റെ 26-ാം നിലയിൽ നിന്ന് വൈകിട്ട് 3:30 താഴേക്ക് ചാടി ജീവൻ അവസാനിപ്പിച്ചതായി അറിയിച്ചതായും നിയമ നടപടികൾ പൂർത്തിയാക്കിയ ശേഷം മൃതദേഹം കൽപ്പറ്റ മുട്ടിൽ ജുമാ മസ്ജിദിൽ ഖബറടക്കം നടത്തിയതായും പരാതിയിൽ പറയുന്നു. അപകട വിവരം അറിഞ്ഞപ്പോൾ തന്നെ ഷഫീഖ് തൃപ്പൂണിത്തറയിലേക്ക് തിരിക്കുകയായിരുന്നു. തുടർന്ന് കളമശ്ശേരി മെഡിക്കൽ കോളേജിലും പോയി. അവിടെ നിന്ന് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഷഫീഖിന്റെ നേതൃത്വത്തിലാണ് മിഹിറിന്റെ മൃതദേഹം ഏറ്റുവാങ്ങിയതും കൽപ്പറ്റയിലെത്തിച്ച് ഖബറടക്കം നടത്തിയതും തുടർ നടപടികളെല്ലാം പൂർത്തിയാക്കിയതും. തുടർന്ന് 3 ദിവസത്തോളം അവിടെ തങ്ങിയ ശേഷമാണ് ഷഫീഖ് മടങ്ങിയത്. മാതാവ് റജ്നയ്ക്കും രണ്ടാനച്ഛൻ സലീമിനുമൊപ്പം തൃപ്പൂണിത്തറയിലെ ചോയ്സ് പാരസൈറ്റ് എന്ന അപ്പാർട്ട്മെന്റിലാണ് മിഹിർ താമസിച്ചിരുന്നത്. കോവിഡാനന്തര കാലഘട്ടത്തിൽ ജീവനശൈലി രോഗങ്ങളുള്ളവർക്ക് സന്തുലിതമായ ആരോഗ്യ പരിപാലനത്തിന് ആലുവയ്ക്കടുത്ത് തോട്ടക്കാട്ടുകര ജംഗ്ഷനിൽ ഹീൽ ലൈഫ് തുറന്ന പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഫിസിയോതെറാപ്പി, സൈക്കോളജി, ആയുർവേദ ചികിത്സകൾക്കായി 8089011722 ബന്ധപ്പെടാവുന്നതാണ്. സ്ത്രീകൾക്ക് പകുതി വിലയ്ക്ക് ഇരുചക്ര വാഹനം വാഗ്ദാനം ചെയ്ത് ജില്ലയിൽ നിന്ന് തട്ടിയത് കോടികൾ. മുഖ്യപ്രതി തൊടുപുഴ കുടയത്തൂർ സ്വദേശി അനന്തകൃഷ്ണൻ മൂവാറ്റുപുഴയിൽ പിടിയിലായതോടെയാണ് തട്ടിപ്പിനിരയായ കൂടുതൽ പേർ രംഗത്ത് വന്നത്. മൂവാറ്റുപുഴ, കോതമംഗലം, കോലഞ്ചേരി, പിറവം, പറവൂർ അടക്കമുള്ള വിവിധ സ്ഥലങ്ങളിലുള്ള ആയിരങ്ങളാണ് തട്ടിപ്പിനിരയായിരുന്നത്. തട്ടിപ്പിനിരയായവർ മൂവാറ്റുപുഴ പോലീസ് സ്റ്റേഷനിൽ നൽകിയ പരാതിയിലാണ് ഇയാൾ പിടിയിലായത്. ഇയാളുടെ കൊച്ചിയിലെ ഫ്ളാറ്റിലടക്കം പരിശോധന നടത്തി പോലീസ് രേഖകൾ പിടിച്ചെടുത്തു. ജില്ലയിൽ ഇതുവരെ 18 കോടിയുടെ തട്ടിപ്പ് നടത്തിയതിനാണ് കേസെടുത്തിരിക്കുന്നത്. ഇത് മൂവാറ്റുപുഴ, കോതമംഗലം എന്നിവിടങ്ങളിൽ നിന്ന് മാത്രമാണ്. മൂവാറ്റുപുഴ ഡിവൈഎസ്പിയുടെ പരിധിയിൽ 11 കേസ് രജിസ്റ്റർ ചെയ്തു. 554 പരാതിയാണ് ഇതുവരെ ലഭിച്ചത്. ഇതിൽ 500ഓളം പരാതിയും മൂവാറ്റുപുഴയിലാണ്. ഇവിടെ നിന്ന് മാത്രം 1345 പേരിൽ നിന്നാണ് പണം പിരിച്ചത്. ഇതിൽ 200-ൽ താഴെ പേർക്ക് മാത്രമാണ് വാഹനം നൽകിയത്. പിറവം മേഖലയിൽ നിന്ന് 600ഓളം പേരാണ് കബളിപ്പിക്കലിന് ഇരയായത്. പറവൂരിൽ 2200ഓളം പേർക്കാണ് പണം നഷ്ടമായത്. 36 പേർ പരാതി നൽകി. ഇവിടെ മാത്രം 12 കോടിയുടെ തട്ടിപ്പാണ്
കണക്കാക്കിയത്. കാലടി പ്ലാന്റേഷൻ ഭാഗങ്ങളിൽ വനത്തിൽ നിന്ന് എണ്ണപ്പന തോട്ടങ്ങളിലും റോഡുകളിലും ഇറങ്ങുന്ന കാട്ടാനകളുടെ ചിത്രങ്ങളും വീഡിയോകളും പകർത്താനുള്ള യൂട്യൂബർമാരുടെയും ബ്ലോഗർമാരുടെയും സാഹസിക നീക്കങ്ങൾ അപകടകരമാവുന്നു. കഴിഞ്ഞ ദിവസം ഏഴാറ്റുമുഖം ഗണപതി എന്ന കൊമ്പൻ വെറ്റിലപ്പാറ അയ്യപ്പ ക്ഷേത്രത്തിന് മുന്നിലെ റോഡിൽ ഇറങ്ങിയപ്പോൾ തൊട്ടടുത്ത് നിന്ന് കുറച്ച് യാത്രക്കാർ ചിത്രം പകർത്തുന്ന ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു. ഈ സമയം ബൈക്കുകളും കാറുകളും റോഡരികിലുണ്ടായിരുന്നു. ആനത്തോട്ടത്തിലേക്ക് കയറിപ്പോവുകയും ചെയ്തു. കാട്ടാനകൾ റോഡിലിറങ്ങി വാഹനങ്ങൾ തടയുന്നതും ഗതാഗതം തടസ്സപ്പെടുത്തുന്നതും പതിവായതോടെ വനം വകുപ്പ് കർശന നിയന്ത്രണങ്ങളാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. ആനകളെ പ്രകോപിപ്പിച്ച് ചിത്രങ്ങൾ എടുത്ത ശേഷം യൂട്യൂബർമാർ മടങ്ങുകയും പിന്നാലെ വരുന്ന വാഹനങ്ങളെ ആന ആക്രമിക്കുകയും ചെയ്യുന്ന നിരവധി സംഭവങ്ങൾ ഈ ഭാഗങ്ങളിൽ ഉണ്ടാകുന്നതായും നാട്ടുകാർ പരാതിപ്പെട്ടു. ഈ വാർത്തയോടുകൂടെ BMC റേഡിയോ മലയാളം വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. അങ്കമാലി പ്രദേശത്തെ കലാവിദ്യാർത്ഥികൾക്ക് സുവർണ അവസരം. ലോക പ്രശസ്ത കലാവിദ്യാലയമായ കൊച്ചിൻ കലാഭവന്റെ അങ്കമാലി ഫ്രാഞ്ചൈസി കരയാമ്പറമ്പിനടുത്ത് എളവൂർ കവലയിലുള്ള സ്പ്രിംഗ്ഫീൽഡ് കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ക്ലാസിക്കൽ ഡാൻസ്, സിനിമാറ്റിക് ഡാൻസ്, കർണാട്ടിക് മ്യൂസിക്, സൂംബ ഡാൻസ് എന്നീ വിഷയങ്ങളിൽ പ്രഗത്ഭരായ അധ്യാപകർ ക്ലാസുകൾ നയിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 9995208614.